ഇതാ ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇതിലേ കയറി ഇങ്ങനെ വന്നിട്ട് അവിടെ നായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നായിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നായി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി. പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ നമ്മളെവിടേക്ക് ഇതുവരെ അങ്ങനെ എത്തിയിട്ടില്ല. കടുവയും പിന്നെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ. ഇനി ഇവിടെ വന്ന് നിന്ന് ടോർച്ച് അടിച്ചു നോക്കി, അപ്പൊ ഒന്നും കാണുന്നില്ല. അപ്പോഴേക്കും കുട്ടികളെ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിലെ തന്നെ ഇറങ്ങി പോകുന്നതാ കാണുന്നേ. മറ്റു ആനയുണ്ട്, പിന്നെ ആന 12-13 ആനയുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. വയനാട് വൈത്തിരി തളിമല ഭാഗത്താണുള്ളത്. നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഒരു വീട്ടിൽ പുലി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് വന്ന് പട്ടീനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ CCTV കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു വീടിൻ്റെ അടുത്താണുള്ളത്. ഈ ഒരു പ്രദേശത്ത് ഇതിനു മുന്നേ നമ്മൾ പല എപ്പിസോഡുകളിൽ നമ്മൾ കാണിച്ചിരുന്നു. കടുവ മുതൽ ആനയും മറ്റ് ജീവികളുടെ ഒക്കെ ശല്യം നിരന്തരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഞാനിപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ തളിമല എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് നമ്മളൊരു വീട്ടിലെ പട്ടീനെ കടുവ പിടിച്ചു എന്നുള്ള രീതിയിലുള്ള നമ്മളൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അന്ന് ആ പട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ ആനയുടെ ശല്യവും നല്ല രീതിയിലുള്ളതാണ്. പകൽ സമയത്ത് വരെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു പ്രദേശം. അപ്പോൾ നമ്മളേതായാലും ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് CCTV ദൃശ്യങ്ങൾ കുടുങ്ങിയതുകൊണ്ടാണ് നമുക്കിതിനൊരു പ്രൂഫായത്. അല്ലെങ്കിൽ ഒരു പുലി വന്നെന്നോ ആ പട്ടീനെ പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമുക്കതൊരു കൺവിൻസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതായാലും CCTV ഈ ദൃശ്യങ്ങൾ കുടുങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അകത്ത് വേറെ സംശയവും കാര്യങ്ങളൊന്നുമില്ല. വളരെ കൃത്യമായിട്ട് തന്നെ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട്. അത് പുലിയാണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് ഏതായാലും ആ വീട്ടിലേക്കൊന്ന് പോവാം. ഇനി നമുക്ക് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് പുലി ഈ ഒരു വീട്ടിലേക്ക് പതുങ്ങി വന്ന് ആ പട്ടീനെ പിടിക്കാനായിട്ട് വന്ന ആ ഒരു ദൃശ്യങ്ങൾ CCTV കിട്ടിയ ആ ഒരു ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഈ ഒരു ഭാഗത്ത് തേയിലത്തോട്ടത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള പ്രദേശമാണ്. ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുനിൽ. ഇന്ന് വെളുപ്പിനല്ലേ സംഭവം? ഇന്ന് വെളുപ്പിന് 3:15 ആണല്ലേ സംഭവം? ആ സമയത്ത് അറിഞ്ഞായിരുന്നോ? അതെ, ഇതാ ഇവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്. ഇതിലേ കയറി ഇങ്ങനെ വന്നിട്ട് അവിടെ നായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം നായിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നായി പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി. ഇപ്പം ഞാനൊരു ക്ഷീരകർഷകനായതുകൊണ്ടേ പശുക്കളുണ്ടല്ലോ, അപ്പൊ ഞാൻ ഇത്ര ശ്രദ്ധ കൂടുതലാണ് രാത്രി. അപ്പൊ ഈ പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇവിടെ നമ്മളെവിടേക്ക് ഇതുവരെ അങ്ങനെ എത്തിയിട്ടില്ല. കടുവയും പിന്നെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പൊ ഓടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് നിന്ന് ടോർച്ച് അടിച്ചു നോക്കി,
അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോഴേക്കും കുട്ടികൾ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിലെ തന്നെ ഇറങ്ങി പോകുന്നതാ കാണുന്നത്. അപ്പൊ പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കയറി. അങ്ങനെ നമ്മളിത് പട്ടി വെള്ളം ഉണ്ടാക്കുന്നതല്ലേ? പട്ടി പെട്ടെന്ന് അതും പേടിച്ചു പോയി. പക്ഷെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. പട്ടി എന്തോ ഒരു പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി. ഇനി അത് പേടിച്ചിട്ട് പോയതാണ്. ഒച്ച കേട്ടിട്ട് ആയിരിക്കും. ഇത് ഞാൻ ഈ സൈഡ് റൂമിൽ തന്നെ ആയിരുന്നു. ഇവിടെയാ സംഭവം? അതാ അവിടെ ഇതിലെ കയറി ഇങ്ങനെ വന്നത്. അതിലെ തിണ്ടു കൂടെ ചാടിയിട്ട് ഈ കാട്ടിന്ന് വന്ന് ഇങ്ങോട്ടാണ് പോയത്. അവിടെ ചവിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ മഴ പെയ്തപ്പോ അത് പോയി. ഇതിലെങ്ങനെ വന്ന് ഇതില് ചവിട്ടുണ്ടായിരുന്നല്ലേ? അതാ അവിടെ ഉണ്ടായിരുന്നു ചവിട്ടുപാടുണ്ടായിരുന്നു. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. അതൊരു 20 ഏക്കർ എന്ന് പറയും. പക്ഷെ അവരൊരു 4 വർഷമായിട്ട് അവരിവിടെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് കണ്ടമാനം കാടായിപ്പോയി. നമ്മളിപ്പോ ഒരു കുറെ തവണ അവരോട് ഇത് എന്റെ ഈ വീടിന്റെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് വെട്ടിത്തരാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവരൊന്നും അത് ചെയ്യുന്നില്ല. അവര് ബാംഗ്ലൂരാണ്. ഇപ്പൊ പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തുകാര് പ്രസിഡന്റ് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശം ഇതുപോലെ മറ്റു മൃഗങ്ങളുടെ ആനയുണ്ട്. പിന്നെ ആന 12-13 ആനയുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ. പിന്നെ കടുവ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ട ഈ ഒരു CCTV ക്യാമറയിലാണ് ഈ ഒരു ദൃശ്യങ്ങൾ കിട്ടിയത്. ഈ കാണുന്ന ക്യാമറയിലാണ് ആ ദൃശ്യങ്ങൾ കിട്ടിയത്. ഇതിലെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ ശരിക്കും കാണാം. പുലി ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ കൂടെ സ്റ്റെയറിൻ്റെ അടിയിൽ കൂടെയാണ് വന്നിട്ട് ഈ ഒരു പ്രദേശത്ത് ഇവിടെയാണ് നമ്മുടെ പട്ടികൾ 2 പേരും കടന്നത്. അതിന്റെ മുകളിലായിരിക്കും ചിലപ്പോൾ ഇതാ ഇവിടെ ആയിരുന്നു ഈ ടൈൽസിന്റെ ഇവിടെ നമ്മളൊരു ചാക്കൊക്കെ ഇട്ടിരുന്നു. ഒരു പട്ടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തൊഴുത്തിൽ അവിടെ പോയി കിടക്കുള്ളൂ. അപ്പൊ ഇതിന് തൊട്ട ബാക്കിൽ തന്നെയാ തൊഴുത്ത്. പിന്നെ അങ്ങനെ ഒരു ഇത് ചെറുപ്പം മുതലേ അങ്ങനെ നിർത്തിയോണ്ടേ. അപ്പൊ തൊഴുത്തിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ കുറയ്ക്കും. ഇവിടെ ഫ്രണ്ടിലേക്ക് എന്തുണ്ടെങ്കിൽ ഇവൻ നോക്കും എന്നുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ തിരിച്ച് ഇതിലേ ഇറങ്ങിപ്പോയത്. ഇതിലെങ്ങനെ ഇറങ്ങിയിട്ട് നേരെ കാട്ടിലേക്ക് കയറി പോയതാ. നമ്മുടെ പട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതാ ഒരാളിതും മറ്റേ മറ്റാള് അപ്പുറത്ത് എവിടെയോ ആണ്. 2 പട്ടികളാണ് ഈ ഒരു സംഭവം ഈ ഒരു സ്ഥലത്താണ്. അതിനുശേഷം ഇതിലെ ആ ഒരു പുലി മുന്തിരി ഉണ്ടോ? അതല്ല ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ അത്. അതെ, കഴിഞ്ഞ കൊല്ലം ഒരുപാടുണ്ടായിരുന്നു. പറിച്ചാട്ടോ പൊളിയായിരിക്കും, നേരെ പഴുത്തിട്ടില്ല. ഈ ക്യാമറയിലാണ് കിട്ടിയത്. അപ്പൊ ആനയൊക്കെ ഇതിലൊക്കെ വരും ഏട്ടാ? ആനതാ നമുക്ക് ഈ റോഡിന് ഇങ്ങനെ വരും. അതിലെ ഇതിങ്ങനെ താഴെ ഫോറസ്റ്റിലേക്ക് എത്തും. ഈ റോഡ് ഇതിന്റെ താഴെ അപ്പുറം പോയ ഫോറസ്റ്റ് ആണ്. ഇത് ചെമ്പ്ര പീക്ക്. ചെമ്പ്രയുടെ സൈഡ് എത്തി. ചെമ്പ്രയുടെ ഫ്രണ്ടില് അവിടെയാണ് നമ്മൾ ആ കുളമൊക്കെ ഉള്ളത്. അങ്ങ് ടോപ്പിൽ അതാ ഒരു നിരന്ന സ്ഥലം കാണുന്നുണ്ടോ? അവിടെ എത്തിയില്ലേ? ചെമ്പ്രയില് മറ്റേ നമ്മുടെ മറ്റേ ഹാർട്ടിലേക്ക് അല്ലേ? ഹാർട്ടിലേക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടോ. ഇതിന്റെ തൊട്ട് താഴെ എത്തി സംഭവം. പിന്നെ ഇതിന്റെ താഴെ കൂടെ ഒരു പുഴ പോകുന്നുണ്ട്. പുഴയുടെ അക്കരയ്ക്ക് ഫോറസ്റ്റും ഇങ്ങോട്ട് ഞങ്ങളൊക്കെ സ്ഥലം. ഇതൊക്കെ എന്റെ സ്ഥലമൊക്കെ താഴെ പുഴയാണ് അതിന് വരുന്നത്. ആ പുഴ വരുന്ന പറഞ്ഞാൽ ഈ ചെമ്പ്രയുടെ സെന്ററിൽ നിന്ന് വരുന്നൊരു പുഴയാ. നമുക്ക് മഴക്കാലൊക്കെ ആണെങ്കിൽ കറക്റ്റ് കാണാം. അടുത്തായതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കൊന്നും ഇല്ല ഇല്ല ഇല്ല. അതിപ്പോ ഈ ഉരുൾപൊട്ടലും കൂടെ വന്നപ്പോ എല്ലാം അവിടുന്ന് കംപ്ലീറ്റ് ഇങ്ങോട്ട് ആന കൂടി. മുമ്പ് നമുക്ക് ഇവിടെ ആന കുറവായിരുന്നു, ഇപ്പൊ ഒരുപാടെണ്ണമായി. ഉരുൾപൊട്ടൽ വന്നപ്പോ എല്ലാവരും വന്നു. പിന്നെ ഇവിടെ 4 കാട്ടി ഉണ്ടായിരുന്നു. പിന്നെ കടുവ ഇപ്പൊ ഒരു 3 എണ്ണം അവരന്ന് ഇവിടെ ചുണ്ടാനപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തന്നെയാ. ഇതിലങ്ങ് ഒരു നമ്മള് ശരിക്കും നടന്നു പോകണ 15 മിനിറ്റ് മതി. അതെ അതെ. അപ്പൊ അത് ഇവിടെ നിന്നാണ് പോകുന്നത്. ഈ കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ചില സമയങ്ങൾ അത് അവിടെയൊക്കെ കാണാം. ആ പാറയുടെ മുകളിലൊക്കെ ഞാൻ മുമ്പ് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്റെ കൊടുവന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്. ഇവിടുന്ന് കടുവനെ കണ്ടിട്ടുണ്ടല്ലേ? ഓ. പിന്നെ ഈ ബംഗ്ലാവിന്റെ അത് ഇവരെ ഈ തോട്ടത്തിന്റെ ഓണർമാർ വരുമ്പോ താമസിക്കും. ബംഗ്ലാവാ? ഒരു പഴയ ബംഗ്ലാവാണ്. ബ്രിട്ടീഷുകാരുടെ അല്ലല്ല, ബ്രിട്ടീഷുകാരനല്ല, ഇവരൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് വർഷപ്പഴക്കമുണ്ട്. അതിന്റെ മുന്നിൽ ഇന്നാൾ വന്നിരുന്നു. അത് ആ സ്റ്റെപ്പിന്റെ മുകളിൽ കയറി കിടന്നിട്ട് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി. ഈ കടുവയുടെ ശബ്ദം ഭയങ്കര ഭീകരമാണ്. ഈ പ്രദേശം മൊത്തം കൂടെ മുഴങ്ങും. നമ്മൾ ആ മലക്ക് കിട്ടുക ശബ്ദം. എന്നിട്ടൊരു എക്കോ മോഡൽ ഇങ്ങനെ വരിക.
അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ കുറേ ദൂരം ജീപ്പിൽ സഞ്ചരിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? വൈത്തിരിയിൽ നിന്ന് ഇവിടേക്ക് 4 കിലോമീറ്റർ ആണല്ലേ. ചുണ്ടയിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും 4 കിലോമീറ്റർ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ? അതെ, ഞാൻ രാവിലെ ജീപ്പിൽ കൊണ്ടുവിടും അല്ലേ. വൈകുന്നേരം തിരിച്ചതേപോലെ നടന്നു പോകാനൊന്നും പറ്റില്ല. ഇല്ല, നടക്കൂല. അല്ല, നമ്മളൊക്കെ പഠിക്കുന്നതൊക്കെ ഇവിടെ നടന്നു പോയതാ. അന്ന് പിന്നെ മൃഗശല്യം ഒന്നും ഇല്ലല്ലോ വൈത്ത് സ്കൂളിൽ. പിന്നെ NMS ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ പ്രീഡിയിരിക്കും. അങ്ങനെയായിരുന്നു. മറ്റേ ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നോ? ഫോറസ്റ്റുകാർ അറിയിച്ചു. ഇവിടെ പിന്നെ ഇപ്പോൾ ഒരു ഗുണം, ഫോറസ്റ്റുകാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പഞ്ചായത്താണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഫോറസ്റ്റുകാർ നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇവിടെ എത്തുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ അടുത്ത് ഇവിടെ കടുവ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് 10 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് കൊണ്ട് അവർ ഇവിടെ എത്തി. പിന്നെ ഇന്നലെ ഞാൻ വിളിച്ചത് ട്രേസ് ചെയ്തായിരുന്നോ? അവർ അല്ല, ഇന്നിപ്പോ പോലീസൊക്കെ അവർ വിളിച്ചപ്പോൾ അവർ വേറൊരു സ്ഥലത്ത് ആനേനെ ഓടിച്ചോണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അവർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു പുറത്തിറങ്ങണ്ട, അത്തന്നെ നിന്നോ, ഞങ്ങൾ രാവിലെ എത്തിയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അവരെല്ലാവരും ഇവിടെ പട്ടിയില്ലാതെ വേറെ ഏതെങ്കിലും ആടൊക്കെ ഉണ്ടല്ലേ? ആടുണ്ട്. ഞാൻ പിന്നെ പശുക്കളുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ നമ്മൾ വൈത്തിരി പഞ്ചായത്തിലെ സമ്മിശ്ര കർഷകനാണ്. എല്ലാം ഉണ്ട്. ആട്, കോഴി, 10-30 കോഴിയുണ്ട്. ആട് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരു അസുഖം വന്ന് ഇങ്ങനെ ചത്തുപോകാൻ തുടങ്ങിയപ്പോ ഞാൻ കുറെ കൊടുത്ത് ഒഴിവാക്കിയതാ. ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെടൂല ഇനി കുറച്ച്? ഇല്ല, നമ്മളിനി ശ്രദ്ധിക്കും ഒന്നും കൂടെ. അല്ല, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് വിട്ടു പോകാൻ കഴിയില്ലല്ലോ ഇവിടെ. ഇപ്പൊ ഈ ഒരു ക്ഷീരമേഖലയാണ് നമ്മളെ ഉപജീവനമാർഗം. വീട്ടിലൊക്കെ കയറി പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനിയും വരൂല. പറയാൻ കഴിയില്ല. ഇതിന്റെ കാര്യം എന്താന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഇന്നലെ വന്ന് ജസ്റ്റ് ഇവിടെ വന്നങ്ങ് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനാരും പിടിക്കാത്ത കാരണം ഇനി ഇന്നും വരുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഒരു സൂചന ഉണ്ട്. കാരണം ഇവിടെ കണ്ടുപോയത് കൊണ്ട് ഒന്ന് വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂല, നോക്കാം. പിന്നെ നമ്മള് ഇപ്പൊ തന്നെ ഞാനിവിടെ ഇങ്ങനെ 9 ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ബൾബ് 9 വെളിച്ചല്ലേ നല്ല വെളിച്ചമായിരിക്കും. ഇവിടെ മുകളില്, ഫ്രണ്ടില്, അങ്ങേ സൈഡില്, ബാക്കിൽ തൊഴുത്തിന്റെ ബാക്കിൽ അങ്ങനെയായിട്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചമാക്കിയിട്ടില്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ. പിന്നെ ഇവിടെ ഒന്നാമതുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മലഞ്ചെരുവായത് തന്നെ ഫുൾ ടൈം ഭയങ്കര കാറ്റാപ്പം. വൈകുന്നേരമൊക്കെ ഇതപ്പോൾ കാറ്റ് തുടങ്ങി, കണ്ടില്ലേ? ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ശക്തമാവും. അപ്പം നമുക്ക് ഒരു ശബ്ദം ഒന്നും കേൾക്കൂല. ഇത് വരുന്നൊന്നും മറ്റേന്ന് പറഞ്ഞാൽ കാടിളകുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. ഇപ്പം മഴയൊക്കെ നനഞ്ഞ കരിയിലയും ഇല്ല. അതൊക്കെ ഉള്ളൊരു അതൊക്കെയായിരുന്നു നമ്മൾ അറിയാനുള്ള കുറെ സാധ്യതകൾ. ഇല്ല, ഈ നനഞ്ഞു കിടക്കുന്ന ശബ്ദം കിട്ടൂല. പിന്നെ ഇപ്പോൾ ഇവര് ഉഷാറാണ് രണ്ടാളും. എന്ത് ശബ്ദം കേട്ടാലും വേഗം കുറച്ച് ചാടിക്കും. ഇവനെയാണ് ഇന്നലെ പിടിക്കാൻ പോയത്. പുള്ളി എടുത്ത് അതിന്റെ നേരെ ചാടി. അതുകൊണ്ട് അത് പേടിച്ചു പോയി തോന്നുന്നു. പിന്നെ എന്റെ ഒച്ച ഉണ്ടാക്കലും, ഞാൻ ടോർച്ച് എടുക്ക് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ കേട്ടു. പേരെന്താ? ഇവന്റെ പേര് ഡിങ്കു. ഡിങ്കോ, വാ 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 വാ, കം കം കം. ഇവനാൾ ഉഷാറാ. അയാളും വാ, ജൂഡോ വാ വാ. അവൻ ജർമ്മൻ ഷെപ്പേർഡാണ്. അധികമായിട്ടൊന്നുമില്ല, 6 മാസത്തിന്റെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ കണ്ട ഒരു ആനയുടെ ദൃശ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആനയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആനയുടെ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതായിരുന്നല്ലേ അപ്പം നമ്മൾ കണ്ടു ഈ ഒരു പ്രദേശത്തെ. ഇതുകൊണ്ട് നമ്മൾ പുലി വരുന്ന ദൃശ്യങ്ങൾ കണ്ടു. നമ്മൾ ആ പ്രദേശത്ത് നേരിട്ട് വന്നു. ആ ഒരു CCTVയിലാണ് കുടുങ്ങിയത്. ആ ഒരു പട്ടീനെ ലക്ഷ്യം വെച്ചാണ് പുലി വന്നത്. നമുക്കറിയാം ഈ ഒരു പ്രദേശത്ത് ഇതിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ പുലിയും ഇവിടുന്ന് കുറച്ച് മാറിയിട്ട് ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ആനപ്പാറ അല്ലേ? ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് കടുവേനെ നമ്മൾ കുറച്ച് നാൾ മുന്നേ, ഒരു 5-8 എപ്പിസോഡ് മുന്നേ നമ്മൾ കാണിച്ച ഓപ്പറേഷൻ റോയൽ സ്ട്രൈപ്സ് എന്ന് പറഞ്ഞ 4 കടുവകളെ ഒരുമിച്ച് പിടിക്കാനായിട്ട് കൂട് വെച്ച ആ പ്രദേശമൊക്കെ. ഇതിൻ്റെ ചുറ്റും കടുവയും പുലിയും ആനയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഇവർ
കുറച്ച് വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ എത്ര വീടുകളുണ്ടാവും? ഇവിടെ ഇപ്പം ഞങ്ങൾ 3 വീട്ടുകാരുള്ളൂ. 11 വീടുണ്ടായിരുന്നു. എല്ലാവരും വിറ്റ് വിടുന്ന ഈ മൃഗശല്യം കാരണം. ബാക്കിയെല്ലാം ഈ തോട്ടങ്ങളല്ലേ? പിന്നെ റിസോർട്ട് ഇപ്പോൾ വന്നതാ അല്ലേ? അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു 3 വീടുകൾ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടുന്ന് പോയി. ശല്യം സഹിക്കാൻ വയ്യാതെ ബാക്കിയുള്ളവർ ഇങ്ങനെ ഇവിടെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവരും ഇപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കറിയാം ഈ ഒരു പ്രദേശത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പല പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്ത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.